പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു ഈ വീഡിയോ നിങ്ങൾ കാണുക. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫയലായി നമുക്ക് ഒന്നാമത്തെ ഫയലായി നാം ആദ്യം പോകുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് കണ്ട നിങ്ങളുടെ ഈ വീഡിയോ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. മരിച്ചതിന് തുല്യമായാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ഇനി ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇനിയൊരു നല്ല കാലം തനിക്കുണ്ടോ എന്ന് ആ വ്യക്തി സംശയിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയി. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയ ചില ആളുകളുടെ പ്രവർത്തികൾ, ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അടർത്തിയെടുക്കാൻ ശ്രമിച്ച ചില ആളുകളുടെ പ്രവർത്തികൾ, ആ പ്രവർത്തികൾ ആ വ്യക്തിയെ തന്നെയാണ് നശിപ്പിച്ചത്. ആ വ്യക്തി ഇപ്പോൾ വല്ലാത്ത മാനസിക അവസ്ഥയിലാണ്. ആ വ്യക്തിക്ക് തൻ്റെ അവസ്ഥയിൽ വല്ലാത്തൊരു ദുഃഖം തോന്നുകയാണ്. തൻ്റെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി. താൻ എടുത്ത തീരുമാനങ്ങൾ, ചിലരോടുള്ള കമ്മിറ്റ്മെൻറ്റുകൾ കൊണ്ട് താൻ തൻ്റെ വ്യക്തിക്കെതിരെ എടുത്ത തീരുമാനം അത് തെറ്റായിപ്പോയി എന്നുള്ള കൃത്യമായൊരു ബോധ്യം ആ വ്യക്തിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആ ബോധ്യം ആ വ്യക്തിയെ നന്നായി ദുഃഖിപ്പിക്കുന്നുണ്ട്. ആ ബോധ്യം ആ വ്യക്തിയെ മനസ്സിൽ വിഷമിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് മാറുകയാണ്. തെറ്റ് തൻ്റെ ഭാഗത്തായിരുന്നല്ലോ എന്നോർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ തെറ്റ് മൂലം തൻ്റെ വ്യക്തി തന്നിൽ നിന്ന് അകന്നു പോയല്ലോ. താനിനി എന്ത് ചെയ്യും? തൻ്റെ ജീവിതത്തിൽ എന്നാണ് ഈ തെറ്റുകൾ തിരുത്താൻ കഴിയുക? എങ്ങനെയുള്ള മാനസിക വിഷമത്തിലേക്ക് ആ വ്യക്തി മാറിയിരിക്കുന്നു. കൃത്യമായൊരു മാനസിക കുറ്റബോധം ആ വ്യക്തിയിലുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ ഞാൻ ഒഴിവാക്കി, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ഞാൻ പിന്മാറി. അത് എനിക്ക് എത്രത്തോളം നഷ്ടമുണ്ടാക്കി എന്നുള്ളത് ആ വ്യക്തി അറിയുന്നു. ഇപ്പോൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കൂ എന്നുള്ള അവസ്ഥയിലാണ് ആ വ്യക്തി. പ്രലോഭിച്ചു കൊണ്ടുവന്നവരുടെ മനസ്സ് മോശമായിരുന്നു. അതിപ്പോൾ കൃത്യമായി അറിയുന്നുണ്ട്. അവർ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അതിപ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു. ഇനി ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ നിമിഷവും കണ്ണും നട്ടിരിക്കുകയാണ് എങ്ങനെ നിങ്ങളിലേക്ക് എത്താമെന്നതിനെക്കുറിച്ച് ഓർത്ത്. രണ്ടാമത്തെ ഫയല് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് പറയുന്നത്. ഒരുപാട് ദൈവിക സാന്നിധ്യമുള്ള ബന്ധമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെയും. പക്ഷേ ആ വ്യക്തി അതിൽ നിന്നൊക്കെ പിന്മാറി. ആ വ്യക്തിയുടെ മനസ്സിൽ ഏതോ ഒരു ദുഷ്ടശക്തിയുടെ പ്രേരണ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത് നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ കാല് പിടിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടും, നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയോട് ക്ഷമിച്ചും സഹിച്ചും നിന്നിട്ടും ആ വ്യക്തിയിൽ മനസ്സിലുണ്ടായി. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ അവഗണിക്കണമെന്നോ നിങ്ങളെ മാനസികമായി വിഷമിപ്പിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ദുഷ്ടപ്രേരണയുടെ സ്വാധീനം, അത് വ്യക്തികളാകാം, ചില സാധ്യതകളാകാം, ചില സന്ദർഭങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ ആ ദുസ്വാധീനം കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നല്ലതായൊരു തീരുമാനം ഉണ്ടായില്ല. ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒക്കെ മോശമായ തീരുമാനം ആ വ്യക്തിക്ക് എടുക്കേണ്ടി വന്നു. അത് അങ്ങനെ ഉണ്ടാകാൻ കാരണം ആ ദുഷ്പ്രേരണയാണ്. ആ ദുഷ്പ്രേരണയാൽ ഏറ്റവും മഹത്തരമായ ഒരു ബന്ധത്തെ, ഏറ്റവും മൂല്യമുള്ളതായ ബന്ധത്തെ, ആ വ്യക്തിക്ക് ഏറ്റവും നല്ല അനുഗ്രഹമായൊരു ബന്ധത്തെ തള്ളിക്കളഞ്ഞു. നിഷ്കരുണം. അങ്ങനെ തള്ളിക്കളഞ്ഞു. ആ ബന്ധം പോയി എന്ന് അറിഞ്ഞപ്പോൾ ആ വ്യക്തി തിരിച്ചു വരാൻ തുടങ്ങി. തിരിച്ച് നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ചു. പക്ഷെ അപ്പോഴേക്കും സമയം വൈകിപ്പോയി. നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ അത് ആ വ്യക്തിയെ സ്വീകരിക്കാൻ
നിങ്ങളെ അനുവദിച്ചില്ല. അങ്ങനെയുണ്ടായി പ്രശ്നങ്ങൾ. ആ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. ആ വ്യക്തി നിങ്ങളെ പരിഗണിച്ചില്ല. ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചു. നിവൃത്തിയില്ലാതെ നിങ്ങളുടെ ആരൊക്കെയാണോ അവരോട് പറഞ്ഞു. പക്ഷെ അവരത് ഏറ്റെടുത്തപ്പോൾ ആ വ്യക്തിയിലെ സ്നേഹത്തിൻ്റെ മനസ്സ്, ആ വ്യക്തിയിലെ ആ ദയനീയതയുടെ അവസ്ഥ അവർക്ക് മനസ്സിലായില്ല. അവർ നിഷ്കരണം ആ വ്യക്തിയെ ഒഴിവാക്കാം, ഇനി ആ വ്യക്തി വേണ്ട എന്നൊക്കെ പറഞ്ഞ് രണ്ട് ധ്രുവങ്ങളിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നൊരു മനസ്സ് തന്നെയായിരുന്നു ആ വ്യക്തിയുടേത്. അത് ആ വ്യക്തി കുറേ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രേരണകളിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് കുറ്റബോധമുണ്ട്. തൻ്റെ തെറ്റുകൊണ്ട് തൻ്റെ ഏറ്റവും മൂല്യമുള്ളതായ സ്നേഹിക്കുന്നതായ വ്യക്തിയെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ദുഃഖം. ആ ദുഃഖത്തിലാണ് ഇപ്പോൾ ആ വ്യക്തി കഴിഞ്ഞു കൂടുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.